അയർലൻഡിൽ ഇന്ത്യൻ സമുദായത്തിനെതിരെ നടക്കുന്ന വർഗീയ ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ച ഐറിഷ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ഓർഗനൈസേഷൻ ഇൻമോ വർഗീയ അതിക്രമങ്ങൾ തൊഴിലാളികൾക്ക് ഭയമുണ്ടാക്കുന്നുവെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും ഇൻമോ വ്യക്തമാക്കി. 2024 നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി ബോർഡ് ഓഫ് അയർലൻഡിൽ രജിസ്റ്റർ ചെയ്ത 35,429 നഴ്സുമാരും മിഡ്വൈഫറുകളും വിദേശത്ത് നിന്ന് പരിശീലനം നേടിയവരാണ്. ഈ സാഹചര്യത്തിൽ വർഗീയ അതിക്രമങ്ങൾ തൊഴിലാളികൾക്ക് ഭയമുണ്ടാക്കുന്നുവെന്നും ഇത് അനുവദിക്കാനാവില്ലെന്നും ഇൻമോ വ്യക്തമാക്കി. ഇൻമോ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി എഡ്വേർഡ് മാത്യൂസ് പ്രസ്താവനയിൽ ഇങ്ങനെ പറയുന്നു: ഏകദേശം 35,500 നഴ്സുമാരും മിഡ്വൈഫുകളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അയർലൻഡിൽ ജോലി ചെയ്യാൻ എത്തിയവരാണ്. അവർ നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് അനിവാര്യമായ സേവനങ്ങൾ നൽകുന്നു. അവരും അവരുടെ കുടുംബങ്ങളും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗമാണ്. ചിലരുടെ നിന്ദ്യമായ പ്രവർത്തികൾ മൂലം അവർക്ക് ജോലിസ്ഥലത്തേക്കോ സമൂഹത്തിലോ ഭയപ്പെടേണ്ട സാഹചര്യം ഉണ്ടാകരുത്. അടുത്തിടെ ഇന്ത്യൻ സമുദായത്തിനെതിരെ നടന്ന ഭയാനകമായ ആക്രമണങ്ങൾ അപലപനീയമാണെന്ന് മാത്യൂസ് ഊന്നി പറഞ്ഞു. വർഗീയ അതിക്രമങ്ങൾക്കെതിരെ ശക്തമായ പോലീസ് നടപടി ആവശ്യമാണ്. അയർലൻഡ് നഴ്സുമാർക്കും മിഡ്വൈഫുകൾക്കും ഭയമില്ലാതെ ജോലി ചെയ്യാൻ കഴിയുന്ന രാജ്യമായിരിക്കണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ എംബസി ഡബ്ലിനിൽ ഒരു യാത്രാ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യൻ പൗരന്മാർ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ പ്രത്യേക സമയങ്ങളിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കണമെന്നും സ്വന്തം സുരക്ഷയ്ക്കായി യുക്തമായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. വിദേശത്ത് പരിശീലനം നേടിയ നഴ്സുമാരും മിഡ്വൈഫുകളും സുരക്ഷിതമായി തോന്നാൻ കൂടുതൽ ശക്തമായ സംരക്ഷണം നൽകേണ്ടത് അനിവാര്യമാണ്, മാത്യൂസ് പറഞ്ഞു. എല്ലാവർക്കും ഏതു തരത്തിലുള്ള അതിക്രമങ്ങളോ ഉപദ്രവങ്ങളോ ഇല്ലാതെ ജോലി ചെയ്യാനും സമൂഹത്തിൽ സുരക്ഷിതമായി ജീവിക്കാനും അവകാശമുണ്ട്. വർഗീയതയെ സമൂഹം ഒറ്റക്കെട്ടായി നിരസിക്കേണ്ട സമയമാണിതെന്നും വിദ്വേഷപരമായ പ്രസംഗങ്ങളും അക്രമാസക്തമായ ആക്രമണങ്ങളും സാധാരണമാകാൻ അനുവദിക്കരുതെന്നും ഇൻമോ ആവശ്യപ്പെട്ടു. വിദേശ എംബസികൾ യാത്രാ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിക്കേണ്ട സാഹചര്യം അയർലൻഡിൽ ഉണ്ടാകുന്നത് ഗൗരവമായി കാണണം. ഇത് നമ്മൾ ആഗ്രഹിക്കുന്ന രാജ്യത്തിന്റെ പ്രതിച്ഛായയല്ല, മാത്യൂസ് വ്യക്തമാക്കി.